വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 5 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ബെത്സൈദായിലെ രോഗശാന്തി. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറൂസലേമിലേക്ക് പോയി. ജെറൂസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സൈദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെയുണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്കിറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അന്ന് സാബത്തായിരുന്നു. അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. സാബത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു. യേശു അവരോട് പറഞ്ഞു, എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്. ഞാനും പ്രവർത്തിക്കുന്നു. ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തന്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. സുഖമാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? യേശുവിന്റെ അന്വേഷണം. ജെറൂസലം ദേവാലയത്തിന് സമീപം പരക്കെ അത്ഭുതകുളം എന്ന നിലയിൽ ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ബെത്സൈദ എന്ന് പറയുന്ന ഒരു കുളം അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ഈ കുളത്തിന് 5 മണ്ഡപങ്ങളുണ്ട്. ഇന്ന് നാം മനസ്സിലാക്കുന്ന രീതിയിൽ കടവുകൾ, കുളക്കടവുകൾ 5 എണ്ണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇന്നും അത് കല്ലുകൊണ്ട് കെട്ടി സംരക്ഷിക്കപ്പെട്ട് പോരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിച്ചപ്പോൾ എനിക്കും ഇന്നത്തെ സുവിശേഷത്തിൽ പരാമർശിക്കപ്പെടുന്ന ഈ ബെത്സൈദ കുളം കാണുന്നതിനും ഇന്നത്തെ സുവിശേഷത്തിൽ പരാമർശിക്കപ്പെടുന്ന വസ്തുതകൾ അയവിറക്കുന്നതിനും ഒക്കെ അവസരം ലഭിച്ചത് നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുന്നു. യേശു ഒരിക്കൽ ജെറൂസലത്തായിരുന്ന അവസരത്തിൽ ഈ കുളം സന്ദർശിക്കുന്നതിന് ഇടവന്നു. അതിന് യേശുവിന് തന്റേതായിട്ടുള്ള കാരണവും ഉണ്ടായിരിക്കണം. അത്ഭുതകുളമായതുകൊണ്ട് അത്ഭുതം പ്രതീക്ഷിച്ച് ഒരുപാട് ആളുകൾ അവിടെ വരിക പതിവാണ്. അവിടെ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ നേരിൽ കണ്ട് മനസ്സിലാക്കുക എന്നും കൂടെ യേശുവിന് ഉദ്ദേശമുണ്ടായിരിക്കാം അവിടെ ആ കുളം സന്ദർശിക്കുന്നതിൽ. യേശു ബെത്സൈദ കുളത്തിനടുത്തെത്തിയപ്പോൾ പലവിധം രോഗങ്ങളാൽ ബാധിതരായിട്ടുള്ള വളരെയധികം ആളുകളെ കുളത്തിന് ചുറ്റും വന്നുകൂടിയിട്ടുള്ളതായിട്ട് യേശു കണ്ടു.
അതിൽ ഒരു മനുഷ്യന്റെ സ്ഥിതി യേശുവിനെ വളരെ ദയനീയമായിട്ട് തോന്നി. ആ മനുഷ്യന്റെ അടുത്ത് ചെന്ന് യേശു ആ മനുഷ്യനോട് ചോദിക്കുന്നു, നിനക്ക് സുഖമാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നേരെ ചൊവ്വയുള്ള ഒരു ചോദ്യമാണ് യേശുവിന്റെ സമീപനം വളരെ അർത്ഥപൂർണമായിട്ട് ഉള്ള ഒന്നാണ് എന്ന് വേണം വിചാരിക്കാൻ. അവിടെ കിടന്നിരുന്ന ആ മനുഷ്യനെ തളർവാദമാണ് അസുഖമായിട്ടുണ്ടായിരുന്നെന്ന് സുവിശേഷത്തിൽ നാം വായിക്കാനിടവരുന്നു. ഒരുപാട് തളർവാദ രോഗികളുടെ രോഗനിർണയം യേശു ചെയ്തതായിട്ട് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ യേശുവിന്റെ ഈ ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. നിനക്ക് സുഖമാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം. യേശുവിന്റെ ഈ നേരിട്ടുള്ള ചോദ്യത്തിന് അതിനുള്ള ഉത്തരമല്ല ആ രോഗിയിൽ നിന്നുണ്ടാകുന്നത്. ആ രോഗി തന്റെ സ്ഥിതിവിശേഷം വിവരിക്കുകയാണ് അതിന് ഉത്തരമായിട്ട്. ആ വിവരണത്തിലൂടെ ചുറ്റുപാടുകളിൽ നടക്കുന്നതും മറ്റു മനുഷ്യരിൽ കുറ്റം ആരോപിക്കുന്നതുമായിട്ടുള്ളൊരു പ്രവണത ആ മനുഷ്യന്റെ ഉത്തരത്തിൽ നിഴലിക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ ഉത്തരത്തിൽ നിന്നും യേശുവിനെ മറ്റു ചുറ്റുപാടുകളിൽ നിന്നും മനസ്സിലാകുന്നു. ആ മനുഷ്യൻ അവിടെ കിടപ്പ് തുടങ്ങിയിട്ട് 38 വർഷമായി. അത്ഭുതം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വെള്ളത്തിലിറക്കാൻ ആരും തയ്യാറായില്ല. അദ്ദേഹം എത്തുന്നതിന് മുമ്പ് തന്നെ മറ്റുള്ളവരെ എത്തിക്കഴിഞ്ഞ് അത്ഭുതം അവരിൽ നടക്കാനിടവരുന്നു എന്നുള്ളതൊക്കെയാണ് ഈ രോഗിയുടെ ഉത്തരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. യേശു ആ ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കി കാണും, ഇനിയും ഇയാള് 10-15 കൊല്ലം അവിടെ കിടന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അയാളുടെ സ്ഥിതി വളരെ അധികം ദയനീയമായ സ്ഥിതിയായിട്ട് തുടരാനാണ് ഇട. അതുകൊണ്ടും കൂടി ആയിരിക്കാം യേശു അയാളുടെ ഉത്തരം നേരിട്ടുള്ള ഉത്തരമല്ല എന്ന് ഒരിക്കൽ തന്നെ അയാളുടെ ഉത്തരത്തിന് ശേഷം യേശു അയാളോട് പറയുന്നു, നീ കിടക്കുന്ന കട്ടിലും എടുത്ത് നീ വീട്ടിലേക്ക് പോകും. യഥാർത്ഥത്തിൽ അത്ഭുതം അവിടെ നടക്കുകയാണ്. അതുവഴി യേശു അവിടെ കൂടിയിരിക്കുന്ന രോഗികളോടും ജനങ്ങളോടും ഒരു വലിയ സന്ദേശം നൽകുകയാണ് എന്ന് വേണം വിചാരിക്കാൻ. അത്ഭുതത്തിന്റെ സ്രോതസ്സും അത്ഭുതത്തിന്റെ കാരണക്കാരനും ആരാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയായിരിക്കണം യേശു ആ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിച്ചത്. അവൻ കട്ടിലെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. പക്ഷെ ഇത് കണ്ട് ആകെ പ്രശ്നമായി. ധാർമ്മികതയുടെ കാവൽക്കാരാണ് തങ്ങളെന്ന് സ്വയമായിട്ട് അവകാശപ്പെടുന്ന ഫരീസയര് രംഗത്ത് വരുന്നു. അന്ന് സാബത്ത് ദിനമായിരുന്നു. സാബത്ത് ദിനമനുസരിച്ച് കട്ടിലെടുക്കാൻ ഒരാൾക്കും അനുവാദമില്ല. അത് ജോലിയാണ്. അതുകൊണ്ട് കട്ടിലെടുത്ത് നടക്കുന്ന ഈ തളർവാദ രോഗിയോട് ആരെ പറഞ്ഞു നിന്നോട് കട്ടിലെടുക്കാൻ എന്ന രീതിയിലായി അവരുടെ ധാർമ്മികമായിട്ടുള്ള ശക്തമായ ഇടപെടല്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ മനുഷ്യനെ തന്നോട് പറഞ്ഞ വ്യക്തി ആരാണെന്ന് അറിവില്ലായിരുന്നു എന്നാണ് സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടും കൂടി ആയിരിക്കാം 10-38 കൊല്ലം അവിടെ വന്ന് കിടന്നിട്ടും അദ്ദേഹം എന്തിനു വേണ്ടി കിടന്നു ആ കാര്യം നടക്കാതെ ഇനി ഏറെ വർഷങ്ങൾ കിടന്നാലും ആ കാര്യങ്ങൾക്കൊരു നടപ്പുണ്ടാവില്ല എന്ന് കണ്ടതുകൊണ്ടും കൂടി ആയിരിക്കാം യേശു അയാളുടെ മേലിൽ കൂടുതൽ അനുകമ്പ തോന്നിയത് എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അയാൾക്ക് ആരാണ് തന്നോട് കട്ടിലെടുത്ത് നടക്കാൻ പറഞ്ഞതെന്ന് അറിവില്ലായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ധാർമ്മികതയുടെ കാവൽക്കാരായിട്ട് സ്വയമായിട്ട് അവകാശപ്പെടുന്ന ആളുകളുടെ പിടിയിൽ നിന്ന് സാക്ഷാൽ ധർമ്മത്തിന്റെ നേതാവിനെ തൽക്കാലത്തേക്ക് വിമുക്തി ലഭിക്കുകയാണ്. കാരണം ആരാണത് ചെയ്തത്, സാബത്ത് ലംഘിക്കാൻ ഇവനെ പ്രേരിപ്പിച്ചത് ആരാണെന്ന് നിശ്ചയമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലത്തേക്കെങ്കിലും യേശു കുറ്റവിമുക്തനാകുന്ന രംഗം നോക്കണേ. ധാർമ്മികതയുടെ കാവൽക്കാരുടെ മുമ്പിൽ ധർമ്മത്തിന്റെ സ്രോതസ്സായിട്ടുള്ള ദൈവത്തിന്റെ പുത്രൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെടുന്നു എന്നുള്ള വിരോധാഭാസമാണ് ഇവിടെ നാം കാണുന്നത്. ചിന്തകള് മനുഷ്യന്റെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കാൻ പോരുന്ന ഒരു സുവിശേഷ ഭാഗമായിട്ട് വേണം ഇത് മനസ്സിലാക്കാൻ.